നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ സ്ത്രീകളെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണ്? അതായത് നമ്മൾ വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും എങ്ങനെ ഇത് ഒഴിവാക്കും എന്നുള്ളൊരു ടെൻഷനാണ് അല്ലേ? നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മളെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് പുറമെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പ്രാക്കും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ, ബാക്കി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഡ്രൈ വേസ്റ്റ്, നാപ്കിന്, പാമ്പേഴ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളൊരു സൊല്യൂഷനും കൂടെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടു കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. കാരണം ഇത് നല്ല രീതിയിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെ പറയാം. നല്ല രീതിയിൽ എങ്ങനെ അത് നമുക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ സെറ്റാക്കുക എന്നുള്ളതൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വരികയാണെങ്കിൽ ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മളൊക്കെ ഒരു വീടുകളിലൊക്കെ നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാർ ഏറ്റവും അധികം പിന്നെ ലേഡീസൊക്കെ പറയുന്നൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ നമുക്ക് പാറ്റൻറ്റ് പെൻഡിങ് ഉള്ളൊരു മോഡലാണ്. 2017 മുതൽ ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ 1000+ അതിൻ്റെ പല സൈസുകളും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു അൾട്ടർനേറ്റീവാണ്. ഇതിൽ നമ്മൾ ഡയറക്റ്റ് ബയോഗ്യാസ് ആയിട്ട് എടുക്കുന്നില്ല. ഇവിടെ ഈ ഒരു ക്ലയൻറ്റൊക്കെ പറഞ്ഞാൽ ഫുള്ള് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫുള്ള് സോളാറിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ പലപ്പോഴും ഇലക്ട്രിക്കലായിട്ടുള്ള പിന്നെ കുക്കിംഗ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. കാരണം അതാകുമ്പോൾ പുക, ചളി അങ്ങനത്തെ വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫുള്ള് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ വീടിൻ്റെ പ്രോപ്പർട്ടിയിൽ വേറെ എവിടെയും ഡംപ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാലോ ഏതൊരാൾക്കും ഏറ്റവും ഡെയിലി വരുന്നതാണ് ഫുഡ് വേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇത് ഭക്ഷണ വേസ്റ്റുകൾ, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ എല്ല് വരെ അതൊക്കെയുള്ള കുറച്ച് പതുക്കെ ഉണ്ടാവും. ഞങ്ങൾ മുട്ടത്തോട് മാത്രമല്ല കാരണം മുട്ടത്തോടിൽ ബാക്ടീരിയക്ക് കഴിക്കാനുള്ള പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പുറത്തിട്ടാലും പ്രത്യേകിച്ച് അത് നമ്മൾ ചെടികൾ ഇപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പിങ്ങിലും മറ്റുള്ളതൊക്കെ ഇട്ടാൽ ചെടിക്ക് നല്ലൊരു വളമാണെന്നുള്ളതുകൊണ്ടും മുട്ടത്തോട് മാത്രം നമ്മളതിൽ സജസ്റ്റ് ചെയ്യാറില്ല. അല്ല ഓവർ പുളിയുള്ള സാധനങ്ങളും കുറച്ചൊക്കെ ഇടാം. ഇപ്പോൾ തക്കാളിയും അല്ലെങ്കിൽ അച്ചാറുകളോ കുറച്ചൊക്കെ ഒന്നിച്ച് ഡംപ് ചെയ്യാതിരിക്കുക. മൈക്രോബയോളജി ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രവർത്തനം മന്ദീഭവിക്കും, ഭയങ്കര അസിഡിക് ആണെങ്കിൽ. അപ്പോൾ ഇതൊന്നുമില്ല. ഇതിൽ നമ്മൾ ഇത് ഓപ്പൺ ആക്കുന്നു, നമ്മൾ ഭക്ഷണ വേസ്റ്റ് ഒരു പാത്രത്തിലോ മറ്റുള്ള കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് ഇടുന്നു. നേരെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ഏത് അളവിലാണോ ആ വേസ്റ്റ് ഉള്ളത് അതിൻ്റെ ഒരു 1.5 ഇരട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിറ്റർ ഭക്ഷണ വേസ്റ്റ് ഇട്ടാൽ ഒരു 1.5 ലിറ്റർ എന്ത് ചെയ്യും വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ സിമ്പിളായിട്ട് നമ്മളിത് പിന്നെ ഇതിലോട്ട് ഈ ഒരു സിസ്റ്റം ഉണ്ടാവും. ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുന്നു, ഉപയോഗിക്കും. പിന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ഇതുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ റണ്ണിങ് കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല? അല്ല, ഇതിന് ഒരു ഇതൊക്കെയാണ് നമുക്ക് ഈ പാറ്റന്റിങ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ബാക്ടീരിയ നമ്മളായിട്ട് ഡിസൈൻ ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയൊരു ഗ്യാസ് ഉണ്ടാവും. ഒരു ജീവിയാവുമ്പോൾ ഇത് പുറത്തോട്ട് തള്ളുന്ന പിന്നെ കാർബൺ ഡയോക്സൈഡ്, ആ ഗ്യാസ് ഈ ഒരു പ്രത്യേക സിസ്റ്റത്തിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ ആൾറെഡി നിങ്ങൾക്ക് അറിയാലോ, ഈ വീടിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്മെല്ലുണ്ടോ? നിങ്ങൾ പറയും. ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് തുറന്നപ്പോൾ എനിക്കൊരു സ്മെല്ല് ഫീൽ ചെയ്തില്ല. ഞാൻ തുറക്കാതെ സ്മെല്ല് ഉണ്ടാവുന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് പിന്നെ മാക്സിമം ഇത് തുറന്ന് ഇത് അളക്കുമ്പോൾ ഇത് ഫുള്ള് ഡംപായി കിടക്കും. കുറേ ദിവസമായിട്ടൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇളക്കുന്ന സമയത്ത് ഇത് തുറക്കുമ്പോൾ ചെറുതായിട്ട് എന്ത് ചെയ്യും, ഒരു സ്മെല്ല്. പക്ഷേ പുറത്തോട്ട് ഒരു കൊതുകോ കാര്യങ്ങളോ ബയോഗ്യാസിലൊക്കെ വരുന്ന കുറേ പ്രശ്നങ്ങൾ അതൊക്കെയാണ്. കൊതുക് വരിക, സ്മെല്ല് വരിക, അത് വീടിനോട് ചാരി വെക്കുമ്പോൾ അവിടെ അങ്ങനെ ഇവിടെ ഒന്നും എന്തില്ല. അല്ല, അപ്പൊ അങ്ങനെ ആവുമ്പോഴേ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കല്ലേ, അപ്പൊ ആ വെള്ളമൊക്കെ എന്താ ചെയ്യണത്? വെള്ളം ആവേ പോകുന്നില്ലല്ലോ. അതിനാണ് ഇങ്ങനെ സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അഥവാ ഇതിൽ ഇപ്പോൾ ഭക്ഷണ വേസ്റ്റ് ബാക്ടീരിയ കഴിച്ചിട്ട് സ്വാഭാവികമായിട്ട് അതിന് നിശ്വസിക്കുന്നത് പുറത്തോട്ട് തള്ളുന്ന ഒരു വായു ഉണ്ടാവും. അതോടുകൂടി തന്നെ അതിൻ്റെ ഒരു വേസ്റ്റും ഉണ്ടാവും. ഈ വേസ്റ്റ് ശരിക്കും മാർക്കറ്റിലൊക്കെ ഒരു 20 രൂപയൊക്കെ വിലയുള്ള ജൈവ കീടനാശിനി, ജൈവ വളമാണ് ബയോഗ്യാസ് സ്ലറി. അത് നമ്മൾ ഒരു 5 ഇരട്ടിയൊക്കെ വെള്ളം ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ നനക്കുകയാണെങ്കിൽ ജൈവ കീടനാശിനിയായിട്ട് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും ചെയ്യുക. ഈ കുത്തുകൾ മറ്റേ പുഴുക്കൾക്കും മറ്റുള്ളതൊക്കെ. അല്ലെങ്കിലോ ചെടിക്ക് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. നേരിട്ട് ഒഴിച്ചാൽ ഉണങ്ങിപ്പോകും, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വെള്ളം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പലപ്പോഴും ഇത് ആഴ്ചയിലൊക്കെ 1-2 വട്ടമൊക്കെ അവർക്ക് അങ്ങനെ ചെടികൾക്കൊക്കെ വേണമെങ്കിൽ നനക്കാം വേണ്ടിയിട്ട് ഇത് പിന്നെ കീടനാശിനി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ വാൾവ് തുറന്നാൽ എന്ത് ചെയ്യും, ഈ സാധനം അവർക്ക് കിട്ടും. അല്ലെങ്കിലോ അല്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ഒലക്കെ ഇവിടെ, കാരണം ഇവരൊക്കെ ഹൈലി പ്രൊഫഷണലാണ്, ഇവരൊക്കെ പുറത്തും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഡെയിലി ഇതൊന്നും കൈകാര്യം ചെയ്യാണ്ടാവില്ല. ഈ സിസ്റ്റം എന്ത് ചെയ്ത് നേരെ പ്രത്യേക അതിൻ്റെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലോട്ട് ഇത് പുറത്തോട്ട് പോകും. അത് നമ്മൾ പിന്നെ എവിടെയാണ് അവരുടെ അതിന്
ടാങ്കുകളും അതായത് നമ്മൾ സെപ്റ്റിക് ടാങ്കിലോട്ട് സെപ്റ്റിക് ടാങ്കിലോട്ടോ അല്ലെങ്കിൽ കിച്ചന്റെ ടാങ്കിലോട്ടൊക്കെ പോകും. അത് അപ്പൊ ഇത് ബയോളജിക്കലി ബാക്ടീരിയന്റെ വിസർജ്ജയാണ്. സെപ്റ്റിക് ടാങ്കിലോട്ട് വരുന്നത് മനുഷ്യന്റെ വിസർജ്ജം. രണ്ടും ബയോളജിക്കലി ഒന്നാണ്. ഇതൊരിക്കലും ബ്ലോക്ക് ആവും. ഇനി ഇൻ കേസ് എന്തെങ്കിലും സെപ്റ്റിക് ടാങ്ക് ബ്ലോക്ക് ആവുന്ന സിസ്റ്റത്തിന് പോലും ഇതൊരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം. ഇത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അതിലുള്ള ലോഡും പിന്നെ പെട്ടെന്ന് ബാക്ടീരിയ തിന്ന് തീർക്കുന്ന രീതിയിലാണ് ഇതുണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുന്നത് ആ സൈറ്റ്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ 2017 മുതൽ നമ്മളിപ്പോൾ 1000+ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഡിസൈൻ പാറ്റൻറ്റ് പെൻഡിങ് ഉള്ള ഒരു മോഡലാണ്. പിന്നെ ഇത് 2 വർഷമൊക്കെ ഓൺസൈറ്റ് വാറൻറ്റിയോടെയാണ് നമ്മൾ ഈ സാധനം വെച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ അധികം ജില്ലകളിലും നമ്മൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് 2 വർഷം ഒരു വിളി പോലും വരാത്ത ഒരു സംഭവം അടിപൊളിയാട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അടുക്കളത്തോട്ടം കൂടെ ഇതിലൂടെ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. അതിക്കുള്ള വെള്ളം എന്ത് ചെയ്യാൻ പറ്റും. അടുക്കളത്തോട്ടന്റെ അങ്ങനെ വരികയാണെങ്കിൽ വേറെ കേസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുമ്പോൾ ഇതിലും ആ മണ്ണ് ചെടി വളരണമെങ്കിൽ 3 കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കിതിൽ കൊടുക്കാം. 1 വെള്ളം വേണം, 2 വളം വേണം, 3 വെണ്ണൂർ ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടുന്ന് കിട്ടും. കാരണം ഏതൊരു വീട്ടിലും എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ അവിടെ ഇപ്പോൾ വീടുകളൊക്കെ ആകുമ്പോൾ കുട്ടികളുണ്ടാവും, മറ്റുള്ള ഇതുണ്ടാവും, വയസ്സായ ആൾക്കാർ, സുഖമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന നാപ്കിനും വലിയൊരു ഉപയോഗിക്കുന്ന നാപ്കിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പല സാധനങ്ങൾ ഇപ്പോൾ അത് നമ്മൾ ഡ്രസ്സിനോട് ബന്ധപ്പെട്ടും അണ്ടർ ഗാർമെൻറ്റ്, കുട്ടികളുടെ ട്രൗസേഴ്സ്, ഇങ്ങനെ നമ്മൾ എന്താണെങ്കിലും പുറത്തോട്ട് ഒഴിവാക്കേണ്ട കുറേ സാധനങ്ങളുണ്ടാവും. ഇതിനൊക്കെ ആണ് എന്ത് ചെയ്യുന്നത്, അടിപൊളിയായിട്ടുള്ള ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ഒരു ഇൻസിനറേറ്റർ എന്നാണ് ഇതിന്. ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മളിപ്പോൾ ഇതിന് പറയുന്നത് 2 വർഷം ഓൺസൈറ്റ് വാറന്റി. ഇൻസിനറേറ്റർ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിറ്റിന്റെ സ്പെഷ്യാലിറ്റി, ഇതിൽ പ്രത്യേകിച്ച് പലപ്പോഴും പല ഇൻസിനറേറ്റേഴ്സും ഉണ്ട്, ഗ്യാസ് വെച്ച് കത്തിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ അതൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് തുറക്കുന്നു, നമ്മളെ വേസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ഇതിലോട്ട് ഇടുന്നു. രാവിലെ വേണമെങ്കിൽ ഫസ്റ്റ് ഉണങ്ങി കത്താതെ കിടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു പേപ്പറിലോ മറ്റുള്ള കത്തിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് അടച്ചു വെക്കുക. എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ 2-3 ലെയറുകൾ ഉണ്ടാവും. ആദ്യം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലെയർ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇത് ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വേറൊരു ലെയർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വയർ കട്ട എന്നൊക്കെ പറയല്ലോ, പണ്ട് ഇഷ്ടികൻ്റെ ചുമപ്പ് ഇഷ്ടികല്ല, ഒരു വെള്ളി കറുപ്പൊക്കെ ഉള്ളതായിട്ടുള്ള അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഈ ഫയർ സിമെൻ്റ് ഒക്കെ ഉണ്ട്. ഫയർ സിമെൻ്റ് പറഞ്ഞാൽ ചൂട് തട്ടിയാലും പൊട്ടാത്ത സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ 2-3 ലെയറിലാണ് ഈ സാധനം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് ചെറിയ മോഡൽ വീടുകൾക്കൊക്കെ ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ ഒക്കെ വലിയ മോഡൽസ് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ കോളേജ് ബിൽഡിങ് ഇതിപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു ആവറേജ് ഒരു 10 ലിറ്റർ വരെയൊക്കെ കത്തിക്കാൻ പറ്റുന്ന സാധനം ഒരു മണിക്കൂറിൽ. അങ്ങനെ മേ ബി അത്രയൊക്കെ ഒരു വീടുകളിലും ഒരാഴ്ചയിലും ഒക്കെ തന്നെ അത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തണം. ഇതിപ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ പൈപ്പിൽ നമ്മളിപ്പോൾ ഇതൊരു 3 ഇഞ്ചാണ് എന്ത് ചെയ്യുന്നത് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 6 ഇഞ്ചും 3 മീറ്ററാണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് പലപ്പോഴും എന്ത് ചെയ്യും, അതിലാറൊക്കെ 6 മീറ്ററൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ മേലെ ഇപ്പോൾ വീടിനോടൊക്കെ ചാരി വെക്കുകയാണെങ്കിൽ വീടിൻ്റെ മേലേക്കാണ് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെപ്പറേറ്റ്. അപ്പോൾ ഇത് രണ്ടും വെച്ച് ഇതുപോലെ തന്നെ 2 വർഷം ഇതിനോട് ബന്ധപ്പെട്ട എന്ത് ചൊറകൾ വന്നാലും 2 വർഷം ഓൺസൈറ്റ് വാറൻറ്റിയോടെയാണ് നമ്മൾ ഈ സാധനങ്ങൾ വെക്കുന്നത്. കാരണം ആ ഒരു ക്വാളിറ്റി കോൺഫിഡൻസ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇതുമേ എന്ത് ചെയ്യുന്നില്ല, ഇതുമേ രണ്ടുമേ റണ്ണിങ് കോസ്റ്റ് പറഞ്ഞ സംഭവമേ വരുന്നില്ല. അവർ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നു, ഇതിൽ കത്തിക്കുന്നു, അവിടെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നു, അതിൽ കുറച്ച് വെള്ളം പാർന്ന് വയ്ക്കുന്നു, പരിപാടി. ഇവിടെ ബാക്ടീരിയയാണ് പണിയെടുക്കുന്നത്, ഇവിടെ തീയാണ് പണി. ഇപ്പം അങ്ങനെ ചില സാധനങ്ങളൊക്കെ അഥവാ ഇപ്പോൾ നമ്മളെ സർക്കാരിൻ്റെയും ഹരിതകർമ്മ സേനയൊക്കെ പോലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും, അതുകൊണ്ട് പ്ലാസ്റ്റിക്കും മറ്റുള്ളതും നമ്മളിതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുറേയൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ സർക്കാരിൻ്റെ എഫിഷ്യൻ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇതിലിപ്പോൾ ഈ കുട്ടികളെ വിസർജ്ജവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മൂത്രം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നാപ്കിൻ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ വലിയ ആൾക്കാരും അതുപോലെ ഇപ്പോൾ ഈ ഗാർമെൻറ്റ്സും മറ്റുള്ള. അപ്പോൾ ഇതിനോടൊക്കെ ബന്ധപ്പെട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് എന്ത് ഇൻസിനറേറ്റർ. അത് ഫ്യൂൽ ഫ്രീ ഇൻസിനറേറ്റർ. ഇതിൽ പ്രത്യേകിച്ച് ഒരു ഫ്യൂവലും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ റണ്ണിങ് കോസ്റ്റും ആവശ്യമില്ല. വർഷങ്ങളായിട്ട് അതങ്ങനെ കിടക്കുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലുണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. MS-ലുണ്ട്. MS-ൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പിലും കൊടുക്കും. പക്ഷെ അതാവുമ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് ആ ക്ലയൻറ്റിനെ കുറേ കാലം മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു വർഷമൊക്കെ ആകുമ്പോൾ മഴയൊക്കെ കൊണ്ടെന്ത് ചെയ്യും, ഇതിങ്ങനെ ഈ പൈപ്പും അവിടെ ഈ ഭാഗമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തുരുമ്പിച്ച്. കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മഴയും വെയിലും മറ്റുള്ളതൊക്കെ വരുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇതാണ് SS-ൻ്റെ ഇൻസിനറേറ്ററാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൾ കേരള ലെവലിൽ ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ വന്ന് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു. വളരെ ഇഷ്ടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റും വാട്ടറും ഇതൊക്കെ എന്ന് പറഞ്ഞൊരു വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇന്നത്തെ പണ്ട് പറഞ്ഞാൽ ഇത് അത്രത്തോളം ഒരു വാല്യൂ ഇല്ലെങ്കിലും ഇന്ന് അത് അത്രയും വിലയാണ്. കാരണം ഓരോരുത്തർക്കും ഒരു 5 സെൻറ്റോ 6 സെൻറ്റോ ആണ് ഉണ്ടാവുക. അതിൽ നമ്മളിതെല്ലാതും കൊള്ളിക്കണം. പക്ഷെ നമ്മൾ അത്രയും ഹെൽത്തി ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാതും അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്.
അപ്പോൾ വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കണ്ടു. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നന്നാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ട് 7 സർവീസാണ്. ഒന്ന് ഡിസൈൻ കൺസൾട്ടൻസി, 2 വാട്ടർ ടെസ്റ്റിംഗ്, 3 വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം, 4 വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം, 5 മഴവെള്ളം റീചാർജ് ചെയ്ത് കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുന്ന സിസ്റ്റം, ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇവിടെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂൾ ചെയ്യാം. സ്വിമ്മിംഗ് പൂള് നമ്മൾ പല ടൈപ്പ് ഇൻഫിനിറ്റി, സ്കിമ്മർ, ഓവർഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് റെസിഡൻഷ്യലായിട്ടും കമേഴ്ഷ്യലായിട്ടുള്ള പൂളുകൾ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഈ സൈറ്റിലുള്ള വേസ്റ്റ് വെള്ളം വേണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് വരുന്ന ഓയിൽ വാട്ടർ, സെപ്റ്റിക് വാട്ടർ, നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന പിന്നെ സെപ്റ്റിക് വാട്ടർ, അതോടുകൂടെ തന്നെ നമ്മൾ വാഷ് മെഷീൻ എന്നൊക്കെ വരുന്ന കെമിക്കലുള്ള സോപ്പ് വാട്ടർ, ഇതെല്ലാം സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് അതിനൊരു 1-2 ടാങ്കിലോട്ട് കളക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനൊന്നും വീട്ടുകാരൊന്നും അതങ്ങനെ വെള്ളം നിറയുമ്പോൾ അതങ്ങനെ ഫിൽട്രേഷൻ നടന്ന് ചെടികളൊക്കെ നനക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു കിച്ചൺ ഗാർഡനൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ചെടികളൊക്കെ നനക്കാനുള്ള വെള്ളം ഇവിടുത്തെ വേസ്റ്റ് വെള്ളമായിട്ട് ഉപയോഗിക്കാം. ആ ചെടികൾക്കുള്ള വളം ഇവിടുത്തെ ഭക്ഷണ വേസ്റ്റിൻ്റെ ബാക്കി കൊടുക്കാം. ആ വേസ്റ്റിക്കുള്ള വെണ്ണൂറ് ഇവിടെ തന്നെ കിട്ടും. ഇനി ഇവിടെ തന്നെ ഇപ്പോൾ ഈ വീടിനോട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ പച്ചക്കറി ഗാർഡൻ പ്രത്യേകിച്ച് റണ്ണിങ് കോസ്റ്റും ഇല്ലാതെ അവർക്ക് നടക്കും. ഓട്ടോമാറ്റിക്കായി നനക്കലടക്കും ഇതും മറ്റുള്ളത്. ഇനി ഇവർക്ക് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇവരിപ്പോൾ താമസമല്ല ഇവിടെ, ഇനി താമസമാക്കുമ്പോൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു അക്വാപോണിക് സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മോട്ടറൊക്കെ വെച്ചിട്ട് എയറേഷൻ കൊടുത്തുകൊണ്ടുള്ള അക്വാപോണിക് സിസ്റ്റമാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാതെ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഇത്ര സ്ഥലം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫുള്ള് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ സ്റ്റോണൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവിടുന്ന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലേറെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാവും. ഈ ഒരു ഏരിയ ചൂട് കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ചൂടിനെ പച്ചപ്പ് വെച്ചിട്ട് തണുപ്പിക്കാനും പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള ഇവിടെ അത്യാവശ്യം ലോണും മറ്റുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൽ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ ഇപ്പോൾ ഈ ചുമരുകൾ, പിന്നെ നമ്മൾ ഈ മതിലുകളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലേക്കൊക്കെ മാറ്റാൻ പറ്റും. നമുക്ക് പച്ചക്കറികളൊക്കെ വളർത്താനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മണ്ണെണ്ണ വേണമെന്നില്ല, ഇത്തരം സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു 12ഓളം സർവീസസ് ആണ് നമ്മൾ ഒരു വീടിനോട് ബന്ധപ്പെട്ട് മാത്രം കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കമ്പനികളും മറ്റുള്ള പൊല്യൂഷൻ ഫ്രീ ബിസിനസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വേറുണ്ട്. ഈ ഹോട്ടലുകൾ, അങ്ങനെയൊക്കെയുള്ള കമേഴ്ഷ്യൽ ഹോസ്പിറ്റലുകൾ മറ്റുള്ളവർക്കൊക്കെ ഉള്ള അതിനോട് ബന്ധപ്പെട്ട് ഈ വേസ്റ്റ് വെള്ളം ശുദ്ധീകരിക്കുക, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ വലിയ സാധനങ്ങൾ, ഡയാലിസിസ് സെൻറ്റേഴ്സ് മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ട്. ഇനി കമ്പനികൾ, അപ്പോൾ കുപ്പിവെള്ള കമ്പനികൾ മറ്റുള്ള അങ്ങനത്തെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൂൾ ഡ്രിങ്ക്സ് പോലുള്ള. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. 2 ഇത്രയ്ക്കേ ഉള്ളൂ ഈ സിസ്റ്റത്തിന്. നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഇത്രയ്ക്ക് ഇങ്ങനെ പലപ്പോഴും പല ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ആദ്യത്തെ സമയത്ത് തന്നെ അതെല്ലാം ചെയ്യണം എന്നല്ല, ഘട്ടമായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ കുറേ സൗകര്യങ്ങളാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടു വരുമ്പോൾ ഞങ്ങൾ മണിക്കൂറുകൾ എടുത്തിട്ട് പറഞ്ഞു തരുന്നതിൻ്റെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇന്നാൾ ഒരുപാട് ക്ലാസ് എടുത്ത് തന്നു, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ് സംഭവം. പക്ഷെ എന്നാൽ അത്യാവശ്യമാണേനും പവറാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കുടിക്കുന്ന വെള്ളം ഓക്കെയാണ്, നമ്മൾ വീട്ടിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം ഓക്കെയാണ്. ഇവിടെ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റ് എന്ത് ചെയ്യുന്നു, മറ്റ് പ്രകൃതിക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സോളിഡ് വേസ്റ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ സോൾവ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എല്ലാ പൊല്യൂഷൻസും നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയും, പൊല്യൂഷൻ ഫ്രീ ഹോം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുന്ന എല്ലാ വേസ്റ്റും നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രകൃതിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു വേസ്റ്റേജും പുറത്തോട്ട് കൊടുക്കുന്നില്ല. അവർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും വേസ്റ്റ് അങ്ങോട്ട് എത്തുന്നില്ല. അവരുടെ വെള്ളവും കാര്യങ്ങളൊക്കെ പക്കയാണ്. അവരുണ്ടാക്കുന്ന വേസ്റ്റും പുറത്തേക്ക് ഭൂമിക്ക് ശല്യമാകുന്നില്ല. എല്ലാം അവർ തന്നെ ഡീൽ ചെയ്യുന്നു. അതാണ് ബെറ്റ് പറയുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് പറയൽ, പിന്നെ പൊല്യൂഷൻ ഏതായാലും സൊല്യൂഷൻ ഉണ്ട്, ബെറ്റ് വെക്കൂ എന്ന് പറയും. കാരണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ബെറ്റ് എൻവിറോ കെയർ എന്നാണ്. ബെറ്റ് എൻവിറോ കെയർ. അപ്പോൾ ബെറ്റ്. ശരി, താങ്ക് യു. ഞങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിലും നിങ്ങളെ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിലൊക്കെ തീർച്ചയായും താങ്ക് യു. സന്തോഷം.